ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ഈ ബ്രൈഡൽസിൻ്റെ ഒക്കെ ആണെങ്കിൽ ഈ തലയിലാണെങ്കിൽ ഇതുപോലത്തെ സംഭവം നിങ്ങൾ വെക്കുന്നത് കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ കുറേ പിൻസ് ഇങ്ങനെ കുത്തി വെക്കുന്ന പോലത്തെ ഇതുപോലെ ഇതിൻ്റെ മണ്ടയ്ക്ക് മുത്തുകളൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങൾ. അപ്പം ഈ ഒരു സാധനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലത്തെ ഐറ്റം വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ആദ്യം ഇതുപോലത്തെ ഒരു പിന്നെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എടുത്തിട്ട് നമ്മൾ ബീഡ് ക്യാപ്പ് എടുക്കുന്നുണ്ട്. ബീഡ് ക്യാപ്പും അതുപോലെ തന്നെ കുറച്ചൊരു വലിയ മുത്തും എടുക്കുന്നുണ്ട്. നമുക്കിത് ക്രിസ്റ്റലിൻ്റെ മുത്തോ അല്ലെങ്കിൽ അല്ലാത്ത പേളിൻ്റെ മുത്തോ ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം നമുക്ക് വേണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു പിന്നും പിന്നെ കമ്പിയുടെ വയറാണ്. അപ്പം ഞാൻ ഗോൾഡൻ്റെ ആ ഒരു ആ ഒരു ബീഡ് ക്യാപ്പ് ഇടുന്നുണ്ട്. ഞാനിവിടെ ഗോൾഡൻ്റെ ആ ഒരു കമ്പിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടിങ്ങനെ 2-3 ചുറ്റം കൊണ്ട് ചുറ്റി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ബീഡ് ക്യാപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ബീഡും ഇതുപോലെ മുത്തും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെ സിമ്പിൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിട്ടൊക്കെ കൊടുത്തിട്ട് അതിങ്ങനെ സൈഡിലോട്ട് മാറ്റി ഇങ്ങനെ ചുറ്റി അങ്ങ് വെച്ചാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഒരു ബീഡ് ക്യാപ്പ് കൂടെ വെച്ച് നോക്കുന്നുണ്ട്, പക്ഷേ അത് ചേരുന്നില്ലായിരുന്നു. അപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ ഡിസൈനൊക്കെ നമുക്കിങ്ങനെ ബ്രാഞ്ചസ് പോലൊക്കെ ഇങ്ങനെ വെച്ചും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെയൊക്കെ ഒരുപാട് ഡിസൈൻസൊക്കെ ആണെങ്കിൽ ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ലോക്കറ്റ്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് ഇതുപോലത്തെ ബ്രൈഡൽ ഹെയർ പിൻസ് നമുക്കിങ്ങനെ ബ്രൈഡൽസ് മാത്രമല്ല എല്ലാവരും ഈ വിശേഷാവസരങ്ങളൊക്കെ വെക്കുന്ന ഒരു ഹെയർ പിന്നാട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേണ്ടൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലിപ്പല്ല, ഈ ഒരു ഹെയർ പിന്നാട്ടോ. ഈ ഒരു ഹെയർ പിന്നാണ് നമുക്ക് വേണ്ടത്. അതാണ് മെയിനായിട്ട് നമുക്ക്. ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഒരു സംഭവം ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ആണെങ്കിൽ ഇവിടെ ഇരുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നലെയായിരുന്നു ഈ ഒരു ഐഡിയ തോന്നിയത്. അപ്പം തന്നെ ഞാൻ ഈ ഒരു സംഭവം എടുത്ത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഞാൻ വേറൊരു സാധനം എടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കല്ല് പോലത്തെ ഒരു സാധനം. അപ്പം നമ്മൾ നമുക്ക് സിൽവറിൻ്റെ കമ്പിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഗോൾഡിൻ്റെ കമ്പിയുണ്ട്, പല കളേഴ്സിലുള്ള കമ്പി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു 4 എണ്ണം ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബീഡിൻ്റെ കളർ പോകുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സിൽ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു കല്ലിൻ്റെ സംഭവം ഇതാട്ടോ. ഇങ്ങനെ നമുക്ക് ഈ ചെറിയ കുഞ്ഞ് ചോക്കറൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ അടിയിലാണെങ്കിൽ കുറച്ച് കിഴുത്തയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു പൂ പോലെ ഇരിക്കുന്നൊരു സാധനമാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഇതെനിക്ക് എന്തിൻ്റെ കൂടെയോ കിട്ടിയതാണ്. എന്തോ കാര്യത്തിന് ഞാൻ ഇത് വാങ്ങിച്ചതാണ്. അപ്പം ഈ ഒരു സാധനം നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് എളുപ്പമാണ്. ജസ്റ്റ് ആ ഒരു കമ്പി ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള സാധനം കേട്ടോ ഇത്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ് ഈ ഒരു ബ്രൈഡൽ ഹെയർ പിൻ എന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഈ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഈ കടകളിലൊക്കെ ഇങ്ങനെ ജ്വല്ലറി റോ മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം തന്നെ ഒരുപാട് ഷോപ്പുകളും വെബ്സൈറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചെയ്യുന്ന ആ ഒരു രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.